അല്ല ഞാൻ ചോദിക്കണത്, അല്ല ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ മകൻ എന്ത് പറഞ്ഞു എന്നാ പറഞ്ഞത്? എൻ്റെ എന്നെ വിളിച്ച സമയത്ത് എൻ്റെ ക്ലാസ് കേട്ടു. ആ ക്ലാസ് കേട്ട സമയത്ത് ഞാൻ വെറുതെ ആ ക്ലാസ്സിനിടയിലും ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന ക്ലാസ്സിലാണ്. അപ്പോഴെങ്കിലും ആ ഒരു പോസ്റ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നടക്കുന്ന, നിങ്ങൾ താമസിക്കുന്നിടത്ത് അത്രയും ദൂരമേ ഉള്ളൂ. ഞാൻ ആലപ്പുഴ സെൻട്രലാണ് ഉള്ളത്, സിറ്റി സെൻട്രലാണ് ഉള്ളത്. അവിടെ നിങ്ങൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യുക. ആ ശ്രദ്ധയില്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കണത് ഐ ആം ഇൻ ദ ക്ലാസ് എന്നുണ്ട്. ഞാൻ വെറുതെ എഴുതല്ലോ ചെയ്ത് ഇൻ ദിസ് ക്ലാസ്, ഈ ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ച മെസ്സേജിനെയാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് റിപ്ലൈ അയച്ചത്. അപ്പം ഞാൻ അയക്കുന്ന മെസ്സേജ് നിങ്ങൾ കാണുന്നില്ല. എൻ്റെ നമ്പർ സ്റ്റോർഡ് ആണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതെ അതെ, എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്യില്ല. ആ സ്റ്റോർ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്യാത്ത ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് മെസ്സേജ് കിട്ടില്ല. ഞാൻ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം തോന്നുന്ന ഒരാളുടെ എൻ്റെ മെസ്സേജ് സ്റ്റോർ ചെയ്തത് ആരാണ്, എൻ്റെ മെസ്സേജ് കാണുന്നത് ആരാണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ മകന് പോയത് പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണോ അടുത്ത പ്രോഗ്രാം, എവിടേക്കാണോ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് സ്കൂളിന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. ഒന്നായിട്ട് കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അവരുടെ ഫ്രണ്ട്സിനെയും കൂടി മാറ്റിയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പല സ്ഥലത്തുള്ള എൻ്റെ ക്ലാസ്സുകളുണ്ട്, അവനോടത് കാണാൻ പറയാം. ഗോവയിലുണ്ട്, പോണ്ടിച്ചേരി, കേരളത്തിൽ മാത്രമേ ഇല്ലാണ്ടുള്ളൂ. ഞാൻ ആലപ്പുഴയിൽ ഇൻസ്പയർ ലേണിംഗ് സുബോധാണ് എൻ്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഓക്കെ, അവിടെ കുറേ കുട്ടികൾ വന്ന് കണ്ടു, കുറേ പാരൻസ് വന്ന് കണ്ടു. അവരുടെയൊക്കെ റിപ്പോർട്ടുകളും ഇപ്പോൾ ഇടുന്ന വീഡിയോ ഒക്കെ കണ്ടാൽ കംപ്ലീറ്റ് ഞാൻ ആലപ്പുഴയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നുകിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അയാൾക്ക് താല്പര്യം തോന്നുമ്പോൾ എന്നോടൊരു Gmeet വേണമെന്ന് പറഞ്ഞാൽ അതിന് സമയം കണ്ടുപിടിച്ച് Gmeet നടത്താം. 2, ഞാൻ എവിടെയെങ്കിലും ഉള്ള, അതിനേക്കാളും ബെറ്റർ എവിടെയെങ്കിലും ഉള്ള സമയത്ത് ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ചെയ്യുന്നതാണ്, ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതാണ്. തിരുവനന്തപുരത്തുള്ളത് ഞാൻ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക്, ആലപ്പുഴയിലൊന്നും അയച്ചിട്ടുണ്ട്. ഇനി ചാലക്കുടിയിൽ ഒരു അമ്മമാർക്കുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, അതും അയച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കാണില്ല, കാരണം നിങ്ങൾ എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അയച്ചത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഞാനിത് മൊബൈൽ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ നമ്പറിൽ സാറ് കേസിക്കായിട്ട് സാറ് കുട്ടിപ്പിക്കൊണ്ട് അയച്ച മെസ്സേജ് കാണിച്ചിട്ടാണ് ഹസ്ബൻഡ് പറഞ്ഞ TPC നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കേസിന്റെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് അറിയാൻ പാടില്ല. അല്ല, അതേ ആൾക്കാർക്ക് ഇതുമൊക്കെ അയച്ചിട്ടുണ്ടാവും. ഞാൻ ഈ ആലപ്പുഴ പ്രോഗ്രാമിൻ്റെ അയച്ചിട്ടുണ്ടാവും. പക്ഷെ അന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടില്ലെങ്കിൽ നടക്കില്ല. അത് നേരിട്ട് അയക്കുമ്പോഴേ കിട്ടുള്ളൂ. എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്ത ഫോണിൽ മാത്രമേ ഞാൻ ബ്രോഡ്കാസ്റ്റ് അയക്കുമ്പോൾ കിട്ടുള്ളൂ. അദ്ദേഹം കാണിച്ചത് ചിലപ്പോൾ എൻ്റെ നമ്പർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പം ഞാൻ അയക്കുന്നത് കിട്ടില്ല. ഓക്കെ, ഞാൻ KCയെ കാണണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു അദ്ദേഹം തിരക്കാണ്, ഞാനും തിരക്കിലാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ കോയമ്പത്തൂരാണ് ക്ലാസ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹൈദരാബാദിലാണ്. ഇനിയിപ്പോൾ ഈ വെള്ളിയാഴ്ച ആകുമ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോകും. അത് കഴിഞ്ഞ് കൊച്ചിയിൽ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ചാലക്കുടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂരുണ്ട്. ഇങ്ങനെ പ്രോഗ്രാമായിട്ട് ഓടി നടക്കല്ലേ. അപ്പോൾ എൻ്റെ നമ്പർ ചാലക്കുടിയുള്ളത് അമ്മമാർക്ക് ചെറിയ കുട്ടികളുടെ ക്ലാസ്സുകൾ. കാരണം ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ 12ലും 10ലും ഒക്കെ ഉള്ള പിള്ളേർക്കല്ലേ. ഇതിനൊക്കെ കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന 3 വയസ്സ് മുതൽ 3ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നല്ലതല്ലാത്തതുകൊണ്ടാണ്. അതിനുള്ള കുറേ പ്രോഗ്രാമുകളാണ് ഞാൻ ചെയ്യുന്നത്, അമ്മമാർക്കുള്ള പ്രോഗ്രാമാണ്. നേരെ വരിക, ചാലക്കുടിയിലേക്ക് വരിക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്, ഞാനിപ്പം അത് ഫോർവേഡ് ചെയ്യാം. അത് നോക്കുക, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അവിടെ വരിക. പറ്റുന്ന ഒരാൾ വന്നിട്ട് കാര്യമില്ല, ഒരു 2-3 നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഒരു സ്കൂളിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്, എന്താണ് പ്രശ്നം പറ്റിയത് എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനത് അയച്ചിട്ടുണ്ട്. എൻ്റെ നമ്പർ ആദ്യം സ്റ്റോർ ചെയ്യണം. അത് ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ്. എൻ്റെ അടുത്ത് ക്യാമ്പിന് വരുന്ന പിള്ളേരോടുകൂടി പറയും, പക്ഷെ ചെയ്യില്ല. കാരണം അവരുടെ ധാരണ ആവശ്യമുള്ളപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് അയക്കുന്നത് കിട്ടില്ല, നിങ്ങളുടെ നാട്ടിൻ്റെ തൊട്ട് മുമ്പിൽ വരുമ്പോഴും കിട്ടില്ല. അതാണ് പ്രശ്നം.
സാരില്ല. അല്ല, ഒരു കാര്യം ചെയ്യാം, അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾക്കും വരാം. അവിടെ പഠിപ്പിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊന്നും ആവില്ല. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവും എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അതിനകത്ത് വിഷയങ്ങളടക്കമുണ്ട്. ഇപ്പം മാത്തമാറ്റിക്സിൽ ഏറ്റവും ബുദ്ധിമുട്ട് 11th, അവൻ മാത്സാണോ പഠിക്കണത്? അതെ അതെ, ബയോമാത്സ് എന്ന് പറഞ്ഞാൽ മാത്സും ഉണ്ട് എന്നർത്ഥം. അതിനകത്ത് മാത്തമാറ്റിക്സിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ട്രിഗണോമെട്രി ഡോക്ടർ ടിപ്പിയാസ് നടിച്ച് അതും കാണാം. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് 11 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ശരി ശരി.